ഹരേ കൃഷ്ണ, രാധേ രാധേ ശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. പ്രിയപ്പെട്ട കൃഷ്ണഭക്തരെ, നമ്മളെപ്പോഴും ഉച്ചരിക്കുന്ന ഒരു വാക്കുണ്ട് അല്ലേ? നമ്മൾ കൃഷ്ണഭക്തരായ ഗുരുവായൂരപ്പ ഭക്തരായ നമ്മൾ ഓരോരുത്തരും ദിവസവും ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു നാമമുണ്ട്. അതേതാണ്? തീർച്ചയായും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ നാവിൻ തുമ്പിൽ, ആ കണ്ഠത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു നാമം അല്ലെ ഒരു വാക്കെന്ന് പറയുന്നത് കൃഷ്ണ കൃഷ്ണ എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല. ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്നത്, പറയുന്നത് ആ നാമമായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്? അല്ലേ, പറഞ്ഞ ശരിയല്ലേ? എപ്പോഴും ഉച്ചരിക്കുന്നൊരു നാമമല്ലേ കൃഷ്ണ കൃഷ്ണ എന്ന്. നമ്മുടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും, യാത്ര പോകുമ്പോഴും, അല്ലെങ്കിൽ തന്നെ നമ്മൾ അതിരാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ, നമ്മൾ എണീറ്റ് വരുമ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ എണീറ്റ് ആ കിടക്കയിൽ നിന്ന് ഇങ്ങനെ കൈകുത്തി എണീറ്റ് വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം വിളിക്കുന്നത്? എൻ്റെ കൃഷ്ണ അല്ലേ? എൻ്റെ കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത് അല്ലേ? തീർച്ചയായും നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ, അല്ലെ നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ ബന്ധുക്കൾ, ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഉച്ചരിക്കുന്ന ഒരു നാമമാണ് എൻ്റെ കൃഷ്ണ, എൻ്റെ കൃഷ്ണ എന്നത്. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. ആ ഭഗവാന്റെ നാമം ഒരു തവണയെങ്കിലും പറയാൻ സാധിക്കുന്നു എങ്കിൽ, വിചാരിക്കാൻ സാധിക്കുന്നു എങ്കിൽ, അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ആ കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതറിയണം. ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളോട്, അതാരിലും ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെയുള്ള ആളായിക്കോട്ടെ, ഒരു മതത്തിലുള്ള വിശ്വാസി ആയിക്കൊള്ളട്ടെ, അവരൊന്ന് ചോദിക്കുവാണ്, എന്താണ് നീ സദാസമയം കൃഷ്ണ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആ കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളത് അറിഞ്ഞിരിക്കണം. തീർച്ചയായും നിങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ ഭജിക്കുന്ന ഗുരുവായൂരപ്പൻ, ആ കൃഷ്ണ ഭഗവാന്റെ വാക്കിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞിരിക്കണം. എങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. അപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ് എന്ന് പറഞ്ഞാൽ ഉഴുക. നമ്മൾ കലപ്പോണ്ട് ഉഴുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഉഴുതെടുക്കുക എന്ന് പറയില്ലേ? കൃഷ് എന്ന് പറഞ്ഞാൽ ഉഴുവുക. എന്താണ് ഉഴുതെടുക്കുന്നത്? കൃഷ്ണനിലെ ണ, അതായത് കൃഷ് എന്ന് പറഞ്ഞാൽ ഉഴുക. ണ എന്താണ് ഉഴുതെടുക്കുന്നത്? ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം. അതായത് ആനന്ദത്തെ നമ്മൾ ഉഴുതെടുക്കുക. അപ്പോൾ ആനന്ദത്തെ ആരാണോ പ്രദാനം ചെയ്യുന്നത് അവനാണ് കൃഷ്ണൻ അല്ലേ? അപ്പം ആ ആനന്ദത്തെ നമ്മൾ ഉഴുതെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭക്തിയുടെ ലഹരിയിൽ നിന്ന് വേണം നമ്മൾ ആ ഭഗവാനെ ഉഴുതെടുക്കുവാൻ, ആ ആനന്ദത്തെ ഉഴുതെടുക്കുവാൻ. അപ്പോൾ ആരാണോ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത് അവനാണ് കൃഷ്ണൻ അല്ലേ? അതുകൊണ്ടാണ് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ് ഭഗവാന് സച്ചിദാനന്ദൻ എന്ന പേരും കൂടി വന്നത്. അപ്പോൾ ആനന്ദത്തെയാണ് ആ ഭഗവാൻ എന്ന, ആ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദം എന്നാണ്. ആ പരബ്രഹ്മമാകുന്ന ആ ഭഗവാന്റെ ആനന്ദമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഭക്തിയോടുകൂടി മാത്രമേ നമുക്ക് ആ ആനന്ദത്തെ ഉഴുതെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഓരോ നിമിഷവും എൻ്റെ കൃഷ്ണ കൃഷ്ണ എന്ന് പറയുമ്പോൾ, ആ ആനന്ദത്തെ ഉഴുതെടുക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ആനന്ദമാണ്, ആ പരബ്രഹ്മം നമുക്ക് തരുന്ന ആനന്ദമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. അപ്പം ആ ആനന്ദം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്നതെല്ലാം നമുക്ക് ആനന്ദകരമായി തീരും. കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ആനന്ദകരമായി നമുക്ക് തീരും. ഇപ്പോൾ ഭഗവാന്റെ ഈ ലോകത്ത് ഇത്രയേറെ അറിവുകൾ അല്ലേ, ഈ ലോകത്തിൽ ഇത്രയേറെ ജ്ഞാനം പകർന്നു തന്ന മറ്റൊരു ദേവൻ അല്ലെങ്കിൽ മറ്റൊരു അവതാരം നമുക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തൊരിടത്തും ഈ 14 ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഗീതമാണ്. ആ ഗീതയിൽ 700 ശ്ലോകങ്ങളുണ്ട്. ആ 700 ശ്ലോകങ്ങളിൽ 85ഓളം ശ്ലോകങ്ങൾ അർജുനൻ്റെ ചോദ്യമാണ്, ഭഗവാനോടുള്ള ചോദ്യങ്ങളാണ്, സംശയങ്ങൾ ചോദിക്കുകയാണ്.
തിരിച്ച് ഭഗവാൻ 574 ശ്ലോകങ്ങൾക്കാണ്, ആ 574 ശ്ലോകങ്ങളിലൂടെയാണ് അർജുനന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ആ എന്താ പറയുന്നത്, ആ ഭഗവാന്റെ ഗീതമാണ് ഭഗവത്ഗീത, ആ ഗീത എന്ന് പറയുന്നത്. ആ ഗീതത്തിലാണ് 574 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് മറുപടി കൊടുക്കുന്നത്. ആ 574 ശ്ലോകങ്ങൾ, ആ മൊത്തം 700 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃഷ്ണൻ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗീത വായിച്ചു കഴിഞ്ഞാൽ, ആ ഗീത പഠിച്ചു കഴിഞ്ഞാൽ, ഒരാവർത്തിയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കൃഷ്ണൻ എന്ന വാക്കിൻ്റെ പരിപൂർണമായ ആ അർത്ഥം എന്താണെന്ന്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ ഗീതമാണ്. ആ ഗീതം പഠിച്ചു കഴിഞ്ഞാൽ ഭക്തിയാകുന്ന രസത്തിൽ, ഭക്തിയാകുന്ന ലഹരിയിൽ, കൃഷ്ണനാകുന്ന ലഹരിയിൽ നമുക്ക് ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ. ആ ഭക്തിരസത്തിൽ ആറാടുവാൻ നമ്മൾ ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് പ്രാപിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഗീത, ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ആ ഗീത, ഭഗവാന്റെ സാരോപദേശം, ആ തത്വചിന്തകൾ, ആ തത്വശാസ്ത്രങ്ങൾ, ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ശാസ്ത്രത്തെ പഠിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.